ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ പോകുന്നത് എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് തന്നെ ഒരു കാവിൽ തിറയുണ്ട് കേട്ടോ. നമ്മുടെ ഇങ്ങോട്ടേക്കൊക്കെ തിറാന്നാണ് പറയുക. ചില സ്ഥലത്തേക്ക് തെയ്യുണ്ട്, ചില സ്ഥലത്തേക്ക് പൂരുണ്ട് അല്ലേ. നമ്മളിവിടെ തിറയാണ് കേട്ടോ. ഈ തിറയ്ക്ക് പോകാൻ എനിക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചോളൂ കേട്ടോ. വേറെ ഒന്നല്ല, എൻ്റെ പഴയ വീടിൻ്റെ അടുത്താണ് ഈ തിറ ഉള്ളത്. ചാത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ ഞങ്ങളുടെ പഴയ വീടുണ്ടായിരുന്നത്. എനിക്കൊരു 3.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടുന്ന് ഞങ്ങൾ ഇപ്പോൾ ഉള്ള വീട്ടിലേക്ക് മാറിയത്. ഇന്ന് നമ്മളെ യാത്ര ബൈക്കിലാണ് കേട്ടോ. ബൈക്കിലെ യാത്ര എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീലാണ്. അത് കാറ് പോയാൽ കിട്ടൂല. പോണ വഴിക്ക് ഞങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒന്ന് കയറി അല്ലുട്ടിന് ഒരു ടീഷർട്ട് വാങ്ങിക്കാണ്ടായിരുന്നു. റെഡ് കളർ തന്നെ വേണം, അത് പരതിക്കൊണ്ടിരിക്കുകയാണ്. അത് എടുത്തു തരുന്ന എൻ്റെ ഒരു മേമയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ തപ്പി പിടിച്ച് എടുത്ത് ഒരു റെഡ് ടീഷർട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ദിവസം സ്കൂളിലേക്ക് ഇട്ടു പോകാനുള്ളതാണ്. തക്കം കിട്ടിയാൽ ഓടി കളിക്കാണ് തുമ്മമ്മ. അവളെ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് വൈശാട്ടൻ കേട്ടോ. ഞങ്ങളിവിടെ ഇതും മേടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പൂന്റെ വിളി കേട്ടോ. നിങ്ങൾ എവിടെയാണ്? 7:30 എന്ന് പറഞ്ഞപ്പോൾ 8:30 ആയല്ലോ എന്ന് കേട്ടോ. അപ്പു ആര്യക്ക് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആര്യനെ കണ്ടപാടും തുമ്പമ്മ പ്ലേറ്റ് മാറ്റിയതാ നേരെ അങ്ങോട്ടൊരു ചാട്ടായിരുന്നു. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോൾ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ മതി. ഇന്നലെ ഓരോരുത്തരെ കാണുമ്പോഴും എല്ലാവർക്കും അച്ഛനെ കുറിച്ച് പറയാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിൽ എന്നെ എടുത്തുകൊണ്ടിരുന്ന ഒത്തിരി പേര് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് പോകുമ്പോൾ എന്നെ കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇവിടെ നിന്നെ അറിയാത്തതും നിനക്കറിയാത്തതായിട്ട് ആരുമില്ല, നീ ഇവിടെ ഒരു VIP ആണോ എന്ന്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ രാധമ്മേനെ കണ്ടു. രാധമ്മ എൻ്റെ മക്കളെയൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത് എൻ്റെ മോളാണ് കേട്ടോ എന്ന് പറഞ്ഞു അല്ലുട്ടനെ എടുത്തിട്ടാ. അല്ലുട്ടൻ അതിന് വണ്ടറടിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു. പോണ വഴിക്ക് ഇതാ ഉഷമ്മേൻ്റെ റിലേറ്റീവ്സ് ആണ്, അഞ്ജലി എൻ്റെ കൂടെ പഠിച്ചതാണ്. അങ്ങനെ അവരുടെ അടുത്തൊക്കെ കത്തിയടിച്ച് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാ. പോണ വഴിക്ക് ഇതാ വീണ്ടും സുരിച്ചേച്ചിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ അമ്മേനെ പണ്ട് എടുത്തോണ്ട് നടന്ന നാടാ ഞാൻ എന്നൊക്കെ അല്ലുട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. ഫുഡ് കഴിക്കാൻ തിരക്കില്ലാത്ത സമയത്ത് തന്നെ എത്തിപ്പെടാൻ സാധിച്ചുകൊണ്ട് ക്യൂ നിൽക്കാതെ ഫുഡ് അടിക്കാൻ പറ്റി. അടുത്ത ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു കേട്ടോ. കുഞ്ഞു കുട്ടിയാവുന്ന സമയത്ത് താമരക്കണ്ണൻ ഉറങ്ങണം എന്നുള്ള പാട്ടും പാടി എന്നെ ഉറക്കിക്കൊണ്ടിരുന്ന രാജമാമനാണ്. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. എവിടുന്ന് കണ്ടാലും പൂവേന്ന് വിളിച്ചിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഒത്തിരി പേരുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എനിക്കിത്. അത് പറഞ്ഞപ്പോഴാ എന്താണ് ഈ പൂവ് അല്ലേ, എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് പൂവ്. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നിനക്കെന്താ ഈ പൂവ് എന്നുള്ള പേര്, ഇത് ആരിട്ട പേരാണ്? എനിക്ക് ആ പേരിട്ട വ്യക്തിനെ നിങ്ങൾക്ക് കാണണ്ടേ? ഈ വ്ളോഗിന്റെ ലാസ്റ്റ് ആ ആളെ ഞാൻ കാണിച്ചു തരാട്ടോ. എത്ര കളിപ്പാട്ടുണ്ടെങ്കിലും അല്ലൂട്ടനെ കണ്ട് ഇപ്പോഴും കളിപ്പാട്ടത്തിന്റെ കടയിലാണെന്നുള്ളതാണ് വാസ്തവം. തെറ ഞാൻ വെറുതെ കണ്ടിരിക്കും, എന്നാലും അതിനോട് ഓവറായിട്ടൊരു അറ്റാച്ച്മെന്റ് എനിക്ക് പണ്ടും ഇപ്പോഴും ഇല്ല കേട്ടോ. ഞാൻ വായി നോക്കി എതിരെ നടക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്. പക്ഷെ വൈശാഖേട്ടന് തെറ, ചെണ്ടക്കുട്ട് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഇഷ്ടം മക്കളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ മൂപ്പര് ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. കാരണം കുട്ടികളെ ചെണ്ടകൊട്ടും തെറയൊക്കെ കൊണ്ട് നടന്ന് കാണിക്കണ്ടായിരുന്നു. പോണ വഴിക്ക് സമയത്തിന്റെ റൂമിൽ കയറാനും മൂപ്പര് മറന്നില്ല കേട്ടോ. തുമ്പമ്മയ്ക്ക് നൈസായിട്ട് പേടിയുണ്ടായിരുന്നു. പക്ഷെ അല്ലൂട്ടൻ അവന് ധൈര്യം കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഈ പേരിട്ടതാരാന്നറിയണ്ടേ? ദേ ആൻഡ് ചേന്ന മാമൻ. ദയെന്ന് ഞാൻ വിളിക്കുന്നതാണ്. ശരിക്കും ദയന്റെ ഫുൾ നെയിം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പൂവെന്ന് പേരിട്ടത് ദയാണ് കേട്ടോ. ചെറുപ്പത്തിൽ എന്നോട് എന്തൊരു സ്നേഹമുണ്ടോ അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് കഴിഞ്ഞതാ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാണ്. തുമ്പമ്മേനെ ഞങ്ങൾ കൂട്ടാതെ ഈ ബൈക്കിൽ വന്നതിന്റെ മുഖച്ചുളിപ്പാണ് കുട്ടീന്റെ മുഖത്തുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ഒരു ജ്യൂസൊക്കെ കുടിച്ചു. തുമ്പമ്മയ്ക്ക് പിന്നെ ഏതൊക്കെ ഉണ്ടെങ്കിലും ആര്യൻ്റെ കൈയിട്ട് വലിയൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ റീനമ്മയ്ക്ക് വരാൻ പറ്റാഞ്ഞത്. പിന്നെ ഇവിടുന്ന് ഒരു ചിക്കൻ നൂഡിൽസും കൂടെ കഴിച്ച് ടാറ്റ ബേബി പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.